ചോദ്യം എങ്ങനെയാണ്? കാർഷിക വിലകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓക്കെ അല്ലേ? അതിലാദ്യം MSP എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. MSP എന്നുള്ള സാധനം എന്താ കൂട്ടില്ല? MSP എന്ന് വെച്ചാൽ എന്താണ്? MSPയുടെ പൂർണ്ണരൂപം പറയാവോ? എന്താണ് MSP എന്ന് വെച്ച് കഴിഞ്ഞാല്? കാർഷിക വിലകളുടെ MSP നിങ്ങളിപ്പം ഈ വാർത്തകളിലും മറ്റുമൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ താങ്ങുവില എന്ന് കാണാറുണ്ടല്ലേ? താങ്ങുവില എന്ന് കാണാറുണ്ട്. ഓക്കെ, ഈ താങ്ങുവില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്ങുവില എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കുട്ടികളെ? താങ്ങുവില എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും നൽകണം. നമ്മളിപ്പോ കാർഷിക ഉൽപ്പന്നങ്ങള്, കാർഷിക വിലകള് നമ്മൾ അത് കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മിനിമം വേജ് അല്ലെങ്കിൽ മിനിമം പ്രൈസ് അതിന് നൽകണം. ഓക്കെ, ആ പ്രോഡക്റ്റിന് മിനിമം പ്രൈസ് നൽകണം എന്നതാണ് എന്നു പറയുന്ന കുട്ടികളെ ഈ പറയുന്ന MSP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ താങ്ങുവിലയെ നിങ്ങൾക്ക് അതിനൊന്ന് ഇംഗ്ലീഷിലൊന്ന് പറയാൻ പറ്റുമോ? MSP താങ്ങുവില, താങ്ങ് മീൻസ് സപ്പോർട്ട് അല്ലേ? അപ്പൊ താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. MSP എന്താ കുട്ടികളെ? മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. അപ്പം കാർഷിക വിലകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50%, അതായത് C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് ഒരു കാർഷിക ഉൽപാദനം നടത്തുന്നതിനായിട്ട് കർഷകന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഒരു കാർഷിക ഉൽപാദനം നടത്തുന്നതിന് കർഷകന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? കർഷകന്റെ ചെലവിനെയാണ് C2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? കർഷകന് എത്ര ശതമാനം ചെലവ് വരുന്നുണ്ട്? ആ ചെലവിന്റെ 50% കൂടുതലായി നൽകണം. മനസ്സിലായ? അതായത് 100 രൂപയാണ് ചെലവായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അയാൾക്ക് MSP ആയിട്ട് 150 രൂപ നൽകണം. ഓക്കെ അല്ലേ? ഇതാണ് ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്. അത് നിശ്ചയിക്കുന്ന C2+50% എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയെ കുറിച്ച് പറയുന്നത്. 100 രൂപ ചെലവ് വരണമെങ്കിൽ അയാൾക്ക് താങ്ങുവിലയായിട്ട് അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് 150 രൂപ ലഭിക്കണം. ഓക്കെ, അപ്പൊ അത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ചോദ്യം? ഏത് കമ്മിറ്റിയാ കുട്ടികളെ? അത് സ്വാമിനാഥൻ കമ്മീഷൻ ആണ്. ഈ സ്വാമിനാഥൻ കമ്മീഷൻ ഏതെന്ന് മനസ്സിലായ? ആരാണ് സ്വാമിനാഥൻ എന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ആരാണ് സ്വാമിനാഥൻ? ആരാ സ്വാമിനാഥൻ? കുട്ടികളെ പറഞ്ഞേ, ആരാ സ്വാമിനാഥൻ? നിങ്ങൾക്ക് അറിയാന്നുള്ള സ്വാമിനാഥൻ ആരാ? അതെ, MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ആ വ്യക്തി. ഓക്കെ, MS സ്വാമിനാഥൻ. അപ്പൊ MS സ്വാമിനാഥൻ കമ്മീഷനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. MS സ്വാമിനാഥൻ കമ്മീഷൻ. ഓക്കെ, പിള്ളേരെ ഈ ഒരു 2000ത്തിന്റെ തുടക്കത്തില് നമ്മുടെ രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ കർഷക ആത്മഹത്യകൾ എന്ന് പറയുന്നത്. മനസ്സിലായ? കർഷക ആത്മഹത്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കാർഷിക വളർച്ചയിൽ ഉണ്ടായ മുരടിപ്പ്, വ്യാപകമായ ദുരിതങ്ങള്, ഇതൊക്കെ കാരണം എന്ത് സംഭവിച്ചു കുട്ടികളെ? ഈ പറയുന്ന കർഷക ആത്മഹത്യകൾ ധാരാളമായി സംഭവിച്ചു. മനസ്സിലായ? കർഷക ആത്മഹത്യകൾ ധാരാളമായി സംഭവിച്ചു. അപ്പൊ ആ കർഷക ആത്മഹത്യകൾക്ക് ഒരു പരിഹാരം കാണണം, അല്ലെങ്കിൽ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. ആ ഒരു ലക്ഷ്യത്തോടെ 2004 നവംബർ 18-ന് 2004 നവംബർ മാസം 18-ാം തീയതി ഈ ഒരു കമ്മീഷൻ, അതായത് നമ്മളതിനെ NCF എന്ന് പറയും. എന്തായിരിക്കും കുട്ടികളെ NCF-ന്റെ പൂർണ്ണരൂപം? എന്തായിരിക്കും NCF-ന്റെ പൂർണ്ണരൂപം? NCF-ന്റെ പൂർണ്ണരൂപം എന്തായിരിക്കും? കർഷകർക്ക് വേണ്ടിയിട്ട് 2004 നവംബർ 18-ന് രൂപീകരിച്ച ആ ഒരു കമ്മിറ്റി ആണ് നമ്മൾ NCF എന്ന് ചുരുക്കി പറഞ്ഞു. എന്തായിരിക്കും NCF? പറഞ്ഞേ. NCF-ന്റെ പൂർണ്ണരൂപം എന്താ? നാഷണൽ കമ്മീഷൻ ഫോർ ഫാർമേഴ്സ് അല്ലേ? ദേശീയ കർഷക കമ്മീഷൻ എന്ന് പറയും. ദേശീയ കർഷക കമ്മീഷൻ കേട്ടോ. ദേശീയ കർഷക കമ്മീഷൻ കേട്ടോ. ദേശീയ കർഷക കമ്മീഷൻ. ആ ദേശീയ കർഷക കമ്മീഷന്റെ തലവനായിരുന്ന വ്യക്തിയാണ് ആരുട്ടികളെ? MS സ്വാമിനാഥൻ. ദേശീയ കർഷക കമ്മീഷന്റെ തലവനായിരുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ഒരു കമ്മീഷൻ അറിയപ്പെടുന്നത് ആ കമ്മീഷന്റെ ചെയർമാന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ഈ കമ്മീഷൻ, ദേശീയ കർഷക കമ്മീഷൻ എന്തെന്നറിയപ്പെടുന്നു കുട്ടികളെ? സ്വാമിനാഥൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. MS സ്വാമിനാഥൻ കമ്മീഷൻ. ഓക്കെ അല്ലേ? ശരി. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ഓർത്തോണം. നമ്മുടെ 2000-ലെ തുടർച്ച, 2000-ന്റെ ആരംഭം, 2000-ന്റെ ആരംഭത്തില് ഉണ്ടായ കർഷക ആത്മഹത്യകൾ, പ്രധാനമായും മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ കർഷക ആത്മഹത്യകൾക്ക് പരിഹാരം കാണാനായിട്ട് 2004 നവംബർ 18-ന് ദേശീയ കർഷക കമ്മീഷൻ രൂപീകരിച്ചു. ആ ദേശീയ കർഷക കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു MS സ്വാമിനാഥൻ. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ എന്തെന്നറിയപ്പെടുന്നു കുട്ടികളെ? സ്വാമിനാഥൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശയാണ് ഈ പറയുന്ന MSP. MSP മീൻസ് താങ്ങുവില എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. താങ്ങുവില. MSP എന്ന് വെച്ചാൽ താങ്ങുവില എന്ന് പറയും കേട്ടോ. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. MSP നിശ്ചയിക്കുന്നത് C2+50 എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കർഷകന് ആ ഒരു കാർഷിക ഉൽപാദനത്തിന് വരുന്ന ചെലവിന്റെ 50% കൂടി നൽകിക്കൊണ്ടായിരിക്കണം. ചെലവ് പ്ലസ് 50%. അതായത് മിനിമം 50% എങ്കിലും അയാൾക്ക് ലാഭമായി ലഭിക്കണം. അതാണ് MSPയുടെ ഫോർമുല. ഇതിനെയാണ് നമ്മൾ സ്വാമിനാഥൻ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? സ്വാമിനാഥൻ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ C2+50% ആണ് കേട്ടോ. MSP C2+50% ആണ്. ഇതാണ് സ്വാമിനാഥൻ ഫോർമുല. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കഴിഞ്ഞ 10th പ്രിലിംസിന് നിങ്ങൾ കണ്ടു കാണും. അതായത് നിത്യഹരിത വിപ്ലവം അല്ലെ? എവർഗ്രീൻ റെവല്യൂഷൻ. നിത്യഹരിത വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? എവർഗ്രീൻ റെവല്യൂഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഫാദർ ഓഫ് എവർഗ്രീൻ റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട് അല്ലെ? നിത്യഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? നിത്യഹരിത വിപ്ലവം എന്ന പുസ്തകം എഴുതിയത് ആര്? അതുപോലെ നിത്യഹരിത വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? അതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥനാണ്. വളരെ എന്താണ് ഹരിത വിപ്ലവവും നിത്യഹരിത വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹരിത വിപ്ലവവും നിത്യഹരിത വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കുട്ടികളെ? എന്താണ് നിത്യഹരിത വിപ്ലവവും ഹരിത വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസം? പറയൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉത്തരം വരത്തില്ല. നിങ്ങൾ റെസ്പോണ്ട് ഇട്ടാൽ മാത്രമേ ഉത്തരം വരത്തുള്ളൂ. ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആക്ഷൻ ഇടൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. അറിയില്ല. ഓക്കെ, സോ സിമ്പിൾ. അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ. അപ്പൊ നിങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉത്തരം പറഞ്ഞു തരും. പിള്ളേരെ, കൃഷ്ണന് അറിയാം രാസവളങ്ങളൊക്കെ. അതായത് നിങ്ങൾ ഹരിത വിപ്ലവം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹരിത വിപ്ലവത്തിന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഹരിത വിപ്ലവമാണെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും കുട്ടികൾ? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയെങ്കിൽ തന്നെ അതിന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രധാനമായിട്ടും രാസവളങ്ങൾ ഉപയോഗിച്ചു, നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചു, നമ്മൾ ഭൂഗർഭ ജലം ചൂഷണം ചെയ്തു. മണ്ണിന്റെ ഘടനയ്ക്ക് പ്രശ്നമുണ്ടായി. രാസവളങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടും കീടനാശിനികൾ ഉപയോഗിച്ചത് കൊണ്ടും ഭൂഗർഭ ജലത്തെ ചൂഷണം ചെയ്തത് കൊണ്ടും നമ്മുടെ മണ്ണിന്റെ ഘടനയ്ക്കും പരിസ്ഥിതിക്കും പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങള് ഒന്നുമില്ലാതെ, പ്രകൃതിക്ക് ദോഷമില്ലാതെ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുക എന്നതാണ് നിത്യഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണോ ഹരിത വിപ്ലവം മുന്നോട്ട് വെച്ച വ്യക്തി, ആ വ്യക്തി തന്നെ നിത്യഹരിത വിപ്ലവം എന്ന ആശയവും മുന്നോട്ട് വെച്ചു. നിത്യഹരിത വിപ്ലവം നടപ്പിലാക്കുക എന്നതും ഈ പറയുന്ന ദേശീയ കർഷക കമ്മീഷന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിലായ? 2004 നിലവിൽ വന്ന ദേശീയ കർഷക കമ്മീഷന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. പാരിസ്ഥിതിക ദോഷങ്ങളില്ലാതെ
സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം, അതാണ് നിത്യഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവർഗ്രീൻ റവല്യൂഷൻ. അപ്പൊ ഫാദർ ഓഫ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി, എവർഗ്രീൻ റവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയ വ്യക്തി, ഇതെല്ലാം MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവവും നിത്യഹരിത വിപ്ലവവും രണ്ടും രണ്ടാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഹരിത വിപ്ലവത്തിന് പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം രാസവളങ്ങളുടെ ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, ഭൂഗർഭ ജലം ചൂഷണം ചെയ്യൽ, അതൊക്കെ കൊണ്ട് ഹരിത വിപ്ലവത്തിന് പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടായിരുന്നു. പാരിസ്ഥിതിക ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭക്ഷ്യോൽപാദന വർധനവ്, അതാണ് നിത്യഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ ഗൈസ്? മനസ്സിലായോ ഗൈസ്? പറയൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് പുതിയതായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. മനസ്സിലായോ? കാര്യം എല്ലാവരും പഠിക്കുന്ന കാര്യം മാത്രം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് അതുകൊണ്ട് ഉപയോഗമില്ല. മനസ്സിലായ? ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കാണാപ്പടം പഠിക്കുന്നതിനേക്കാളും നല്ലത് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. നമ്മൾ പഠിക്കുമ്പോഴും കൂടുതലും കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയില്ലേ പിള്ളേരെ പഠിക്കേണ്ടത്. നമ്മൾ ഓരോന്നും ഇപ്പം ഏത് ടോപ്പിക് ആയാലും അതെന്താണ്, ഒരു കാര്യം പഠിക്കുമ്പോൾ അതെന്താണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയില്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടെ നമുക്ക് ഗുണകരമാവും കേട്ടോ, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്.